പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, 2 ദിവസം മുമ്പ് നാം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. ഒരു ദിവസം മുൻപ് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിച്ചു. അമ്മയുടെയും മകൻ്റെയും തിരുനാളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് നാം കണ്ടുമുട്ടുന്നത് മോനിക്ക പുണ്യവതി എന്ന അമ്മയും പുത്രനായ ആഗസ്തീനോസും അടുത്തടുത്ത തിരുനാൾ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അതിനു മുൻപ് മാതാവിൻ്റെ മാതാപിതാക്കളായ യോവാക്കീം, അന്ന എന്നിവരുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഹൃദയം കൈകളിലിങ്ങനെ താങ്ങിപ്പിടിച്ച് അതിൽ അഗ്നിനാളങ്ങൾ പോലെ ഉയർന്ന അതിന് നടുവിൽ ഒരു കുരിശ് വെച്ചിട്ടുള്ള ചിത്രമാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. സാധാരണ വീടുകളിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആ രൂപത്തിലല്ല. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മാതാവിൻ്റെ വിമല ഹൃദയം എന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയവും ഒരുമിച്ച് മിടിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈശോയുടെ തിരുഹൃദയം കാൽവരിഗിരിയിൽ ഉയർത്തപ്പെട്ട 3 വ്യക്തികളിൽ ഒരാളായിരുന്നു ക്രിസ്തു. പരമപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ കുരിശുമരണം വിവരിക്കുന്നിടത്ത് ഇടത്തും വലത്തും 2 കള്ളന്മാരെ കുരിശിലേറ്റിയിരുന്നു. അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവരുടെ കണങ്കാലുകൾ തകർത്തു. അതിനു മുൻപ് വലതു ഭാഗത്ത് കിടന്നിരുന്ന കള്ളൻ പറഞ്ഞു, നാഥ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണേ. യേശു പറഞ്ഞു, നീ ഇന്നെന്നോട് പരദീസയിലായിരിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. നീ ഇന്ന് എന്നോടൊപ്പം പരദീസയിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ പറയുന്നു. രണ്ടാമത്തേത് മാതാവിൻ്റെ വിമല ഹൃദയം. മറിയം എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു. 2 സ്ഥലത്തത് വരുന്നുണ്ട് ആ വാചകം. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ മറിയത്തിൻ്റെ വേദന വ്യക്തമാക്കുന്ന ഒരു ശില്പമാണ് പിയത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്, ദപ്പിറ്റി, ദയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കവിയുടെ ഭാഷയിൽ വിവരിക്കുമ്പോൾ, ഒടുവിൽ കുരിശിൽ നിന്ന് ഇറക്കി ജഡം, താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്ന ഒരമ്മ തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങും ഒരുൾത്താപം പോലെ അമ്മയിരിപ്പു. മൃതമായ തൻ്റെ പുത്രൻ്റെ ശരീരം മാതാവ് ഹൃദയത്തിൽ മടിത്തട്ടിൽ താങ്ങിക്കിടക്കുന്നതായിട്ട് മൈക്കിളോ ആഞ്ചലോ വരച്ച ഏറ്റവും മനോഹരമായ ചിത്രമാണ് നമുക്ക് പരിചയമുള്ളത്. ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം സുവിശേഷങ്ങളിൽ ഏറ്റവും ദീർഘമായ അധ്യായമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ തിരിച്ചു പോറ്റുന്നത് വിവരിക്കുന്നുണ്ട്. ആ അത്ഭുതം നടന്ന് കഴിഞ്ഞ് യേശു പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി സ്വർഗീയ കാര്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ളപ്പം ഞാനാകുന്നു. മന്ന, സ്വർഗീയ മന്ന. പഴയ നിയമത്തിൽ ആദത്തോട് ഹവ്വയോട് ദൈവം പറഞ്ഞു, നീ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അവിടെ അരുത് എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്നെ പറയുന്നു, നിങ്ങൾ ഇത് ഭക്ഷിക്കണം, പാനം ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഹൃദയത്തിലും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലും വസിക്കേണ്ടത്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി വരാതിരുന്ന ശിഷ്യന്മാരിൽ പലരും
വെറുവെറുത്തു. ഈ വാക്കുകൾ കഠിനമാണ്, ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? അങ്ങനെ കുറേ പേര് വിട്ടുപോയ അവസരത്തിൽ യേശു ചോദിച്ചു, നിങ്ങളും പോകുന്നില്ലേ? പത്രോസ്ലിഹ പെട്ടെന്ന് മറുപടി പറഞ്ഞു, നാഥ, അങ്ങയുടെ പക്കൽ ജീവൻ്റെ വചസ്സുകളുണ്ട്, നിങ്ങൾ ആരുടെ പക്കൽ പോകണം? ജീവൻ്റെ വചസ്സുകളുള്ള ദൈവപുത്രൻ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. മനുഷ്യ ജീവിതം പോലെ തന്നെ ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. മനുഷ്യൻ്റെ സ്ഥായീ ഭാവം, സ്ഥിരമായി നിൽക്കുന്ന ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ശോകമാണ്, ദുഃഖമാണ്. സുഖമോ ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത കൂട്ടുകാരൻ. സുഖം വല്ലപ്പോഴും വരുന്ന ഒരു വിരുന്നുകാരനായിട്ടും ദുഃഖം എപ്പോഴും നമ്മെ നയിക്കുന്നതായിട്ടുള്ളതായിട്ടും ഈ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്ന് പ്രധാനമായ ഒരു വിശകലനത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. മാതാപിതാക്കൾ മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ ദുഃഖങ്ങളും സുഖങ്ങളും ഉണ്ടാകുമ്പോൾ മാറി മാറി വരുന്ന അനുഭവങ്ങളിൽ അവർ സമചിത്തരായി നിലകൊള്ളാൻ വേണ്ട പരിശീലനം മാതാപിതാക്കൾ നൽകണം. അങ്ങനെ കുടുംബത്തിലും വളരെ വ്യക്തമായും ഇപ്പോൾ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ നാം ബൈബിൾ വായന ഉൾപ്പെടുത്തുന്നുണ്ട്. പഴയ കാലത്ത് അത് പരിചിതമായിരുന്നില്ല, അത്രമാത്രം കോപ്പികൾ ബൈബിളിൻ്റെ ലഭ്യമായിരുന്നില്ല. പക്ഷെ കാലം പുരോഗമിച്ചെന്നോറും നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ പോലും സമ്പൂർണ്ണ ബൈബിളുണ്ട് നമുക്ക് അതിനകത്ത്. അതിലൊരു വാക്ക് അച്ചടിച്ച് നോക്കിയാൽ എവിടെയൊക്കെ ആ വാക്കുകൾ വരുന്നു എന്നുള്ളത്, ഈ 73 ഗ്രന്ഥങ്ങളിൽ എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മോടും യേശു ചോദിക്കും, നിങ്ങളും പോകുന്നില്ലേ? നമുക്ക് പറയാനാകണം, ഞങ്ങളെവിടെ പോകാനാണ് നാഥ? നിൻ്റെ പക്കൽ ജീവൻ്റെ വചസ്സുകളുണ്ടല്ലോ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ട് കൂടെ വിവരിക്കുന്നുണ്ട്. അത് ആരംഭത്തിലായതുകൊണ്ട് അപ്പോഴല്ല പറയുന്നത്, സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ മേൽ വിശ്വസിച്ച് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നവരെ ജെറൂസലം വിട്ടു പോകരുത്. നമ്മളും ഈശോയോട് കൂടെ ആയിരുന്ന് അവിടുത്തെ തിരുവചസ്സുകൾ കേട്ട് അമ്മയുടെയും മകൻ്റെയും ഹൃദയത്തോട് സദൃശമായ ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നൽകണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ സാധാരണ വഴിതെറ്റി പോകാറില്ല, ഭൂരിഭാഗവും വഴിതെറ്റി പോകാറില്ല. ഇതൊന്നുമില്ലാത്തവരുണ്ട്. ഇന്നലെ എന്നെ കാണാനൊരു കുടുംബം വന്നു. ആ കുടുംബത്തിലെ യുവതിക്ക് പറയാനുള്ളത് അവളുടെ ഭർത്താവിൻ്റെ മദ്യപാനാണ്. അയാൾക്ക് ഭാര്യയെ വേണ്ട, മക്കൾ 2 പേരുണ്ട്, അവരെയും വേണ്ട. ഇതുപോലെ വിവാഹം കഴിച്ച് മക്കളുണ്ടായി അവരെ ഉപേക്ഷിച്ച് നടന്ന ഒരു ഭർത്താവിൻ്റെ അനുഭവമാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിൻ്റെ കൂട്ടുകെട്ടിലാണ് ഈ മനുഷ്യൻ ചെന്നപ്പെട്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ വീട്ടിലെങ്ങനെ തന്നെ വെച്ചാൽ ഭർത്താവ് മുക്കുടിയനാണ്. ഇരിക്കുന്ന 20 വയസ്സുകാരൻ മകനല്ലേ, അവൻ മുക്കുടിയനാണ്. അപ്പോൾ 20 വയസ്സുള്ള ആൾ ഇത്രയും വലിയ കുടിക്കാരനായ മദ്യപാനിയായാലും എങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞു, 16 വയസ്സിൽ അവൻ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം എന്നോട് പറഞ്ഞത് അതുപോലെ പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണെന്നാണ്. ഉടനെ അമ്മയും പെങ്ങളും കൂട്ടിച്ചേർത്ത് പറഞ്ഞു, പ്രത്യേക അവസരങ്ങളൊന്നുമില്ല, എന്ന് മദ്യപിക്കുന്നവരാണ് ഇവർ. അങ്ങനെ നിത്യം മദ്യപിക്കുന്നവരായ ഒരു പിതാവിൻ്റെയും മകൻ്റെയും സഹോദരിയാണ് ഈ പുതിയ മദ്യപാനിയുടെ ഭാര്യയായിട്ട് ചെല്ലുന്നത്. അവിടെയും അത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ ദുശീലമായതുകൊണ്ട് എളുപ്പം മാറ്റിയെടുക്കുക സാധ്യമല്ല. എങ്കിലും നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ ആ യുവാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ യുവാവിനോട് ഉപദേശം കൊടുത്തു. ഈ മദ്യപാനാസക്തി നിങ്ങളുടെ ജനങ്ങളെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ 20 വയസ്സായിട്ടുള്ളൂ, 8 വർഷമോ 7 വർഷമോ കഴിയുമ്പോൾ വരാൻ പോകുന്ന ജീവിതസഖിയും ഇതേ അനുഭവത്തിൽ കണ്ണീരോടെ വരേണ്ടി വരും. അതുകൊണ്ടും സ്വന്തം ആരോഗ്യത്തെ നോക്കിക്കൊണ്ടും ഇവ രണ്ടും ഉപേക്ഷിക്കാനായി മനസ്സ് വെച്ചാൽ ഈ നല്ല ഇളം പ്രായത്തിൽ സാധിക്കും. ദുശീലം പഠിച്ചതുപോലെ തന്നെ നമുക്ക്
നല്ല ശീലങ്ങളും വളർത്തിയെടുക്കാൻ സാധിക്കും. മക്കൾക്ക് മാതൃകയാകാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന, സ്നേഹം നൽകുന്ന ഒരു പുത്രനായിട്ട് തീരാൻ സാധിക്കും. കുടുംബങ്ങൾ അങ്ങനെ സമാധാനത്തിൻ്റെ സ്ഥാപനങ്ങളായിട്ട് മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധരാകും, വിശുദ്ധിയിലുള്ളവരാകും, വിശുദ്ധിയിൽ വളരുന്നവരാകും. നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് ഈ ഭക്തി പ്രചരിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് പിന്നീട് അവസാനത്തിൽ അത് കൊടുക്കുന്നുണ്ട്. അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കുവേൻ, ആത്മാവിനെ സ്വീകരിക്കുവേൻ. ഇത് കുടുംബത്തിലെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കൾ ആദ്യം മാതൃക നൽകണം. മുമ്പേ ഗമിക്കും ഗോവ് തൻ്റെ പിൻപേ ഗമിക്കും മറുഗോക്കളെല്ലാം. മുൻപേ പോകുന്ന ഒരു നാൽക്കാലിയുടെ പിന്നാലെ മറ്റു നാൽക്കാലികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഇക്കാര്യങ്ങളിലൊന്നും തീക്ഷ്ണത കാണിക്കുന്നില്ലെങ്കിൽ മക്കൾ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെ ആ കുടുംബം തകർന്ന് നശിക്കും. അതില്ലാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും അതിനുള്ള അനുഗ്രഹം യാചിക്കുകയും ചെയ്യാം. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെയും മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെയും ആ ദുഃഖങ്ങൾ ഓർത്തു കഴിയുമ്പോൾ ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായിത്തീർന്ന ഒരമ്മ തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകളുടെ ആറിത്തണുത്ത തിരുഗാത്രം. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങും ഒരു താപം പോലെ അമ്മയിരിക്കൂ. മൈക്കിളാഞ്ചലോ മാതാവിൻ്റെ മൃതമായ പുത്രൻ്റെ ശരീരം മടിത്തട്ടിൽ താങ്ങിക്കിടത്തിയത് സങ്കല്പിച്ചുകൊണ്ട് ആ വിവരണം മനസ്സിൽ കൊണ്ടുവന്നിട്ട് എഴുതിയ കവിതയുടെ ഒരു ഭാഗമാണത്. ഒടുവിൽ കുരിശിൽ നിന്ന് ഇറക്കി ജഡം താഴെയൊരു ദുഃഖത്തിന് സൂര്യശിലയായിത്തീർന്ന ഒരമ്മ തന്മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകളുടെ ആറിത്തണുത്ത തിരുഗാത്രം. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വെങ്ങും ഒരു താപം പോലെ അമ്മയിരിക്കൂ. നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഈ മക്കളെ പ്രതി വ്യവരാതി പിടിക്കാൻ അവസരം കൊണ്ട് നൽകാതെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്ന യേശുവിനെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനും അങ്ങനെ അവരെ വളർത്തി കൊണ്ടുവരാനും മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.